നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. 8 മുതൽ 15 വരെയുള്ള പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത്. ഈ ഒരു കേസിൽ 15 പ്രതികളായിരുന്നു നിലനിന്നിരുന്നത്. അതിൽ 8 മുതൽ 15 വരെയുള്ള പ്രതികളെയാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരനാണ് എന്ന് കോടതി വിധി എഴുതിയിരിക്കുന്നു. അതിൽ 1ാം കുറ്റക്കാരനായിട്ട് പറയുന്നത് പൾസർ സുനിയാണ്, 2 മാർട്ടിൻ ആന്റണി, 3 ബി മണികണ്ഠൻ, 4 PV വിജീഷ്, 5 എച്ച് സലീം, 6 പ്രദീപ് എന്നിവരാണ് കുറ്റക്കാരായി കോടതി വിധി എഴുതിയിട്ടുള്ളത്. ഈ ഒരു കേസ് 8.5 വർഷക്കാലമാണ് നീണ്ടു നിന്നത്. അതിഭീകരമായ ഒരു നിയമ പോരാട്ടം തന്നെ ഇതിൽ നടക്കുകയാണ് ഉണ്ടായിരുന്നത് എന്നെല്ലാവർക്കും അറിയാം. താൻ കുറ്റവിമുക്തനായതിനു ശേഷം ദിലീപ് മാധ്യമ പ്രവർത്തകരോട് ആദ്യം പറഞ്ഞത് സർവേശ്വരന് നന്ദി, അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത വക്കീലിനും വക്കീലിന്റെ ജൂനിയേഴ്സിനും ഒക്കെ നന്ദി പറഞ്ഞു. ശേഷം പറഞ്ഞത് മഞ്ജു വാര്യർ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് അത് അന്വേഷിക്കുകയും തന്നെ പ്രതി ചേർക്കുകയും ചെയ്തത് എന്നാണ്. മാത്രവുമല്ല, ദിലീപ് ഈ ഒരു കാര്യത്തിന് വേണ്ടി 89 ദിവസം ജയിലിൽ കിടന്നതാണ് എന്നുള്ളതും നമുക്കറിയാം. 2017 ഈ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നത് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. തീർച്ചയായിട്ടും ദിലീപ് എന്നൊരു നടന് ഈ ഒരു കേസുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് അതിനുള്ളൊരു ഉത്തരം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നത്. ഈ ഒരു കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ കോടതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കേസിൽ എന്നല്ല, ഏതൊരു കേസിലും ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഈ കേസിലും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിൽ ദിലീപിന് പങ്കില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഒരു കാര്യം എങ്ങനെയാണ് സംഭവിക്കുക എന്നാണ്. എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചാൽ, ഒരു ബലാത്സംഗമാണ് ആ കാറിനുള്ളിൽ 2.5 മണിക്കൂറോളം ആ നടി അനുഭവിച്ചത്, അല്ലെങ്കിൽ ആ നടിയെ ആക്രമിക്കപ്പെട്ടത് കാറിൽ വെച്ചിട്ടാണ്. അങ്ങനെ കാറിൽ വെച്ച് ആക്രമിക്കപ്പെട്ട, ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു കാര്യം ഒരിക്കലും തന്നെ ഒരാൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് ഒന്നാണ്. ആണായാലും പെണ്ണായാലും എന്നെ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പെണ്ണും ഞാൻ ബലാത്സംഗം ഒരാളെ ചെയ്തു എന്ന് ആണും വെളിപ്പെടുത്താത്ത ഒരു കൃത്യമാണ് ഈ ബലാത്സംഗം. അങ്ങനെയുള്ള ഒരു കാര്യം എങ്ങനെയാണ് ഒരാൾ വീഡിയോയിൽ പകർത്തുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം നിലനിൽക്കുന്നു. ആ വീഡിയോയിൽ പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തുന്നു, അതിന്റെ മെമ്മറി കാർഡുകൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇതിലെ ദിലീപ് പ്രതി ചേർക്കപ്പെട്ടു എന്നുള്ളതിന് സത്യമായിട്ടുള്ള ഒരു തെളിവ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി താൽക്കാലികമാണ് എന്ന് മാത്രം കരുതേണ്ടത് ഉണ്ട്. ഇത് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ വിധി വരിക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ ഈ ഒരു കേസിൽ ഇന്ന് വരെ നിലനിന്നിട്ടുള്ള ഏതൊരു കേസിലും കോൺസ്പിറസി അഥവാ ഗൂഢാലോചന ഒരിക്കലും തെളിയിക്കാൻ കഴിയാത്ത വിധത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വീണ്ടും സംഭവിക്കുമെങ്കിൽ വീണ്ടും ദിലീപ് കുറ്റവിമുക്തൻ ആവുക തന്നെ ചെയ്യും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നവർക്ക് ഉള്ള ഒരു തെളിവായിട്ട് പൾസർ സുനി ജയിലിൽ നിന്നും അയച്ച കത്താണ്. ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞ് അതിൽ ദിലീപ് ഉണ്ടായിരുന്നു, സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നൊക്കെ സുനി എഴുതുന്നു. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെയാണ് ദിലീപ് പ്രതിയാണ് എന്ന് കൂടുതൽ ആളുകളും പറയുന്നതിന് മെയിൻ കാരണം. ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ഒരു ബോൺ ക്രിമിനലാണ്. ആ ക്രിമിനലിന്റെ വാക്കുകൾ എങ്ങനെയാണ് ജനം വിശ്വസിക്കുന്നത് എന്നും നമ്മൾ കരുതേണ്ടതുണ്ട്. അയാൾ മറ്റാരുടെയെങ്കിലും പേര് പറയാതിരിക്കാൻ ദിലീപിന്റെ പേര് പറഞ്ഞതാണെങ്കിലോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ആരാണ് ആ മറ്റൊരാൾ? അത് ഇന്ന് വരെ പുറത്തു വന്നിട്ടുമില്ല. അങ്ങനെ ഒരാൾ ഉണ്ടോ? അങ്ങനെ ഒരാൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ബലാത്സംഗം ചെയ്യപ്പെട്ട വീഡിയോ ഉണ്ട് എന്നുള്ളത് പോലീസിനും കോടതിക്കും തെളിഞ്ഞ കാര്യമാണ്. എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തത്? ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന പണി ചെയ്തു എന്ന് ഈ പറഞ്ഞ വ്യക്തിയെ ധരിപ്പിക്കാനായിരിക്കില്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതിന്റെ പുറകിൽ വ്യക്തമായ ഒരു കൊട്ടേഷൻ നടന്നിട്ടുണ്ട് എന്ന് പോലീസും കോടതിയും ആണയിട്ട് പറയുന്നത്. എന്നാൽ അതിന്റെ പുറകിൽ ആരാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ് സത്യം. തെളിയിക്കപ്പെടുമോ എന്നുള്ള ചോദ്യവും വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ മുൻ കേസുകളിലൊക്കെ തന്നെ ഗൂഢാലോചന തെളിയിക്കപ്പെടാതെ പോയിട്ടേ ഉള്ളൂ എന്നതാണ്. ഇനി നടൻ ദിലീപിലേക്ക് വന്നാൽ, അദ്ദേഹം
തീർത്തും നിരപരാധിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിലെ ഏറ്റവും വലിയ പരമപ്രധാനമായ കാര്യം ദിലീപിന്റെ മകൾ മീനാക്ഷി ദിലീപിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം തന്റെ അച്ഛൻ കുറ്റം ചെയ്യില്ല എന്ന് ആ കുട്ടി വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. പിന്നെ എന്തിനായിരുന്നു മഞ്ജു വാര്യർ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ അതിൽ വന്ന അവരുടെ ബന്ധത്തിൽ വന്ന ഒരു വിള്ളലിന്റെ ഭാഗമായിട്ടോ തന്റെ ഇമോഷൻസിന്റെ ഭാഗമായിട്ടോ പറഞ്ഞതായിരിക്കാം എന്ന് തോന്നുന്നു. എന്തായാലും അത് തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ദിലീപ് ഇപ്പോ കുറ്റവിമുക്തനാണ്. കോടതി പറയുന്നത് ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ദിലീപ് മലയാള സിനിമയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. ദിലീപ് മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും ഒക്കെ തന്നെ മേലെയായി സിനിമ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളതും വളരെ പ്രശസ്തമാണ്. ഇനിയുള്ള കാലം ദിലീപിന്റെ കാലമായിരിക്കും മലയാള സിനിമയിൽ എന്നും പറയുന്നവരുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ കണ്ടറിയേണ്ടി വരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതിൽ മറ്റൊരു കാര്യം കൂട്ടി വായിക്കേണ്ടത് സംവിധായകൻ വിനയന്റെ ഒരു 8 വർഷക്കാലം മാറി നിൽക്കേണ്ടി വന്നു സിനിമയിൽ നിന്ന്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന നടൻ തന്നെയാണ് എന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ 8 വർഷക്കാലം അതേ 8-8.5 വർഷക്കാലം ദിലീപും മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല അതിരൂക്ഷമായ മലയാളി പ്രേക്ഷകരുടെ വിമർശനങ്ങളും വെറുപ്പുമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതും സത്യമാണ്. ഇത് കാലം നൽകിയ ഒരു കാവ്യ നീതിയാണ് വിനയനെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വിനയം അനുഭവിച്ച അതേ ഇമോഷൻസുകളും അതിനേക്കാൾ ഏറെ ദിലീപും 8 വർഷക്കാലം അനുഭവിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോ അത് ഇനിയുള്ള കാലം ദിലീപിന്റെ കാലമായിരിക്കുമോ സിനിമയിൽ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം വളരെ പ്രയാസമാണ്. കാരണം ഈ ഒരു കേസ് ഹൈക്കോടതിയിൽ പോയാൽ ഏത് രീതിയിൽ വിധി വരും എന്നുള്ളത് കണ്ടറിയണം കോശി എന്ന് തന്നെയാണ്. ഇപ്പോൾ താൽക്കാലികമായി ദിലീപിനെ ഇഷ്ടപ്പെടുന്നവർക്കും ആശ്വസിക്കാനുള്ള വകയുണ്ട് എന്നുള്ളത് സത്യമാണ്. ദിലീപ് ഇപ്പോൾ കുറ്റക്കാരനല്ല എന്നാണ് കോടതി വിധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദിലീപ് ഇപ്പോൾ കുറ്റക്കാരനല്ല, അയാൾ നല്ലൊരു നടനായി മലയാള സിനിമയിൽ തെളിഞ്ഞു നിൽക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഒപ്പം തന്നെ അതിജീവിതയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിജീവിതയെ ആക്രമിക്കപ്പെട്ട 6 പേരും കുറ്റക്കാരനാണ്. അവർക്ക് വേണ്ട ശിക്ഷ കോടതി വിധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വിധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിജീവിതയെ ആക്രമിച്ചവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം, അതിന് കാരണക്കാരനായിട്ടുള്ളവരും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അതിനെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്ന് പറയുന്നു. ഒപ്പം തന്നെ ദിലീപിന്റെ കരിയർ ആയിട്ട് നല്ല സിനിമകളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. ബബ്ബപ്പ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങാനിരിക്കുന്നു. ലാലേട്ടനുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഗോകുലം ഗോപാലനാണ് ആ സിനിമ നിർമ്മിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതാണ് ഇനി ദിലീപിനെ വരാനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് സിനിമ. ഏതായാലും അതൊരു വലിയ വിജയമാവട്ടെ. കഴിഞ്ഞ സിനിമ എന്ന് പറയുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി ആയിരുന്നു, നല്ല സിനിമയായിരുന്നു. ഞാൻ അതിന് റിവ്യൂ ചെയ്തതാണ്. ദിലീപേട്ടന്റെ അഭിനയം ഗംഭീരമായിരുന്നു ആ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും സത്യം തെളിയട്ടെ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.